സ്റ്റാൻഡ് വേണം. ഞാൻ പോലെ സ്റ്റാൻഡായിട്ട് നീ അവിടെ വന്നിരിക്കുവോ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോ? ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് തരാം. ഫുഡ് കഴിച്ചിട്ട് we have a plan of preparing chicken biryani today. അമ്മ ഉണ്ടാക്കും, മോള് വീഡിയോ എടുക്കും. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ ചെയ്യും. എന്താ റിങ് ഉണ്ടോ നോക്കും ഞാൻ? അവിടെ ഉണ്ട്, ആരും കൊണ്ടുപോയില്ല. അത് വെറും റിങ് അല്ല, അത് നീയാണ്. പണിയെടുക്കണ്ടേ നിനക്ക്? പണിയുണ്ട്. We have a lot of water. What? They're white. So white. Good. You look so beautiful. So elegant, and you having bathroom light of a cake. Wow. ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ശീലം ഞാൻ കല്യാണത്തിന് ശേഷം തുടങ്ങിയതാണ്. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ അമ്മ രാവിലെ തന്നെ എണീറ്റിട്ട് റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അച്ഛൻ രാവിലെ വിളക്കൊക്കെ വെക്കും. ഭയങ്കര ഭക്തിസാന്ദ്രമാണ് എപ്പോഴും. ഇന്നും രാവിലെ ശുദ്ധികലശം പോലെ കുറച്ച് വെള്ളം, മഞ്ഞൾ വെള്ളമൊക്കെ തളിക്കാറുണ്ട് അമ്മ. നമ്മൾ രണ്ടുപേരും എങ്ങനെയാന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് പ്രാർത്ഥിക്കണം. രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. രാവിലെ തന്നെ മൂകാംബികയിൽ കിട്ടിയിട്ടുള്ള സിന്ദൂരവും അതുപോലെ തന്നെ പറശ്ശിനിക്കടവെന്ന് കിട്ടിയിട്ടുള്ള ഭസ്മൊക്കെയാണ് നമ്മൾ രാവിലെ തന്നെ ചാർത്തിയിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊരിച്ച പത്തിരിയും പിന്നെ എക്കറി ആയിരുന്നു. നമ്മൾ എണീക്കുമ്പോഴേക്കും തന്നെ അമ്മ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും 2-3 തരം ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് വെറുതെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഉണ്ടാക്കാത്തത് കൊണ്ടാണ്. പിന്നെ പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ചെറുപയർ വേവിച്ചതും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ചായ നമ്മുടെ പ്രിഫറൻസ് പോലെയാണ്. ചായ, കട്ടൻ ചായ, കോഫി, ഹോർലിക്സ്, ബൂസ്റ്റ്, ഇതിനകത്ത് ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കുന്നതാണ്. TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു സുഖം ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കല്യാണത്തിന് ശേഷമാണ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ TV കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ നമ്മൾ മിക്കവാറും ഫോണിലൊന്നും ഇല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഫുഡ് കഴിക്കുമ്പോൾ TV കാണാം, വർത്താനം പറയാം. അപ്പൊ TV കണ്ടോണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്നാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ചുമ്മാ അങ്ങ് ഫുഡ് കഴിച്ച് പോവാന്നല്ലാതെ ചിലപ്പോൾ TV ഓൺ, ഞങ്ങൾ അങ്ങനെ പൊതുവെ വീട്ടിൽ TV വെക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ബ്രദറാ വെക്കാറുണ്ടാവുള്ളൂ. എനിക്ക് ശരിക്കും സിനിമകളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ഭയങ്കര വൈബാണ്. അല്ലെങ്കിൽ സീരിയല് ഞാൻ കാണാത്ത ആളാണ്. എനിക്ക് സീരിയലിനോട് ഭയങ്കര ദേഷ്യ, വിരോധ. പക്ഷേ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല രസമാണ് ഈ സിനിമയും സീരിയലൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കലാണ്. ബിരിയാണി നമ്മൾ വെക്കേണ്ട, അമ്മ വെച്ചോളും. പക്ഷെ നമ്മൾ ചെറിയ കൈസഹായം പോലെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മുറിച്ചു കൊടുക്കാന്നാണ് ഇപ്പൊ പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ TV കളി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കളീനെ പറ്റി യാതൊരു ബോധമില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പിന്നെ അച്ഛൻ ചാനൽ മാറ്റിയിട്ട് എനിക്ക് സിനിമ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ മെല്ലെ ഇരുന്നിട്ട് ഈ ഉള്ളി, സാധനങ്ങൾ, വേണ്ട അത്യാവശ്യ സാധനങ്ങൾ സൈഡായിട്ട് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ബിരിയാണി റൈസിന്റെ പ്രിപ്പറേഷൻ ആണ്. ആദ്യം തന്നെ പറയാം, അടിപൊളി ബിരിയാണി ആയിരുന്നു. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് എനിക്ക് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വിചാരിച്ചു അമ്മയോട് പിന്നെ ചോദിക്കാന്ന്. കാരണം ഞാനിവിടെ സാധനങ്ങളൊക്കെ മുറിക്കുന്ന സമയത്തായിരുന്നു അമ്മ ഇതിന്റെ സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബിരിയാണീന്റെ റൈസ് പെട്ടെന്നായി. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള, അതായത് ഒരു ചില്ലി ചിക്കൻ ടൈപ്പ് ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബിരിയാണീനെ പറ്റി വേറൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ എൻ്റെ കേസിൽ എനിക്ക് ഒരിക്കലും മടുക്കാത്തൊരു ഫുഡാണ് ബിരിയാണി. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് സപ്പോസ് വയറ് നിറയെ ബിരിയാണി കഴിച്ചെന്ന് വിചാരിച്ചോ, എനിക്ക് രാത്രി ബിരിയാണി എന്നാൽ ഞാൻ പിന്നെയും ബിരിയാണി കഴിക്കും. ഇനി പിറ്റേ ദിവസം രാവിലെ ബിരിയാണി എന്നാൽ ഞാൻ പിന്നെയും കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും, രാത്രിയും കഴിക്കും. എനിക്ക് 3 times a day ബിരിയാണി തിന്നാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്കത് ഒരിക്കലും മടുക്കാത്തൊരു ഫുഡാണ് ബിരിയാണി. പിന്നെ ഈ പ്ലേറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്ലേറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങിച്ചിട്ടുള്ള പ്ലേറ്റുകളാണ് ഈ പ്ലേറ്റുകൾ. വാഴയില പോലെ ഇരിക്കുന്ന പ്ലേറ്റുകൾ. പക്ഷേ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
പ്ലേറ്റുകൾ കണ്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് ബിരിയാണി ഇതിനകത്ത് കഴിച്ചാൽ മതി എന്നൊരാഗ്രഹം. അപ്പൊ അതിന് അമ്മ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത്, ഓണത്തിന് സദ്യ കഴിക്കുമ്പം നമ്മൾ എല്ലാ ഐറ്റവും ടേബിൾ വെച്ചാൽ ഈ പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് ഈ പ്ലേറ്റ് ഇപ്പൊ തന്നെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ബിരിയാണി ഈ ഒരു പ്ലേറ്റിലാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ആദ്യം ടേബിളിൽ ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ആ പേപ്പർ മടക്കിയിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുക ചെയ്യുക. കുടുംബസമേതം ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു നൈസ് വൈബ് വേറെ ഉണ്ട്. പാപ്പന്റെ മോനായിട്ടുള്ള ഉണ്ണിക്കുട്ടനും ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവനൊരു സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി ഇന്ന് സൺഡേ ക്ലാസ് ഉണ്ട്. അപ്പൊ സൺഡേ ക്ലാസ്സിന് പോയിട്ടുള്ളതാണ്. അപ്പൊ അവക്ക് ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ കാരണം കുറെ പീസ് ചിക്കനും കുറെ ഫ്രൈഡ് പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത്രയും കിട്ടിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. കാരണം ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഫുഡ് വാങ്ങിക്കുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ ഇന്നർ മൈൻഡിൽ ഉണ്ടാവും. അതായത് നമ്മൾ പേ ചെയ്ത് വാങ്ങിക്കുന്നതാണ്, അപ്പൊ ഇത്ര ക്വാണ്ടിറ്റിയെ വാങ്ങും. അപ്പൊ ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ ഇത്ര പൈസക്കേ വാങ്ങിക്കാൻ പാടുള്ളൂ. ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ എപ്പോഴും ഉണ്ടാവും. മിഥുൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും വർക്കിന് കയറുണ്ടായി. അവന് കുറച്ച് പെൻഡിങ് വർക്ക് ഉള്ളത് കാരണം അവനിങ്ങനെ രാവിലെ മുതലേ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പാപ്പന്റെ മോള് വന്നിട്ടുണ്ട്. അദ്വയ എന്നാണ് പേര്, അദൂസ് എന്നാ വിളിക്കുക. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിയെടുത്തോണ്ടിരിക്കുക. അവനിങ്ങനെ വല്ലാണ്ട് അങ്ങ് വീർപ്പിക്കണ്ടായി. ഒരു കാക്ക നല്ല കോഴീനെ പോലെ കൊക്കരക്കോ. അത് കാക്കയാ, ഇനി കോഴിയാ വേണ്ട. കോഴി അതുവരെ വന്നപ്പോൾ കുറച്ച് ബബിൾ റാപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊട്ടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൊട്ടിച്ച് അതിന്റെ ബാക്കിയുള്ള സാധനം കൊണ്ട് പുള്ളിക്കാരി കളിക്കുന്നുണ്ട്. പിന്നെ രാവിലെ മുതൽ വർക്ക് ചെയ്യുന്ന കാരണം ഇത് നല്ല ടയർഡ് ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ അടച്ചിരുന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി പോവാണ്. അയ്യോ, ഈവനിങ് ടീക്ക് വേണ്ടിയിട്ട് അമ്മ സ്നാക്സ് ആയിട്ട് നെയ്യപ്പത്തിന്റെ ഓൾമോസ്റ്റ് അതേപോലത്തെ സെയിം കൂട്ട് തന്നെ വെച്ചിട്ടൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ ചേലിയിലുള്ളൊരു പുതിയൊരു ടീ സ്പോട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് പോവാന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ ഒരു ചായ ഇപ്പോൾ ഓൾറെഡി കുടിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് ചായ കുടിക്കാൻ പോകണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു ഐസ്ക്രീം കഴിക്കാന്ന്. കുറെ നാൾ മുമ്പാണ് എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്നും കൂടെ എന്റെ വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം എന്റെ വീട്ടിൽ പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. എപ്പോഴും കോൺ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ബട്ടർ സ്കോച്ച് ആയിരുന്നു പ്രിഫറൻസ് ഉണ്ടായി. പക്ഷെ ഇവിടെ ബട്ടർ സ്കോച്ച് കോൺ ഐസ്ക്രീം തീർന്നത് കാരണം നമ്മൾ വാനില കോൺ ഐസ്ക്രീം ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണ് വാനിലയുടെ കോൺ ഐസ്ക്രീം ട്രൈ ചെയ്യുന്നത്. പുറത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഇതിനകം പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്ക് മഴയാണോ വെയിലാണോ അങ്ങനെയൊന്നുമില്ല. എപ്പോ കിട്ടിയാലും ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഞാൻ കഴിക്കും. ഞാൻ പറഞ്ഞ ബ്രെഡ് പോക്കറ്റ് അച്ഛൻ തോന്നിക്കുന്നു. അച്ഛനാ പറഞ്ഞേ, അച്ഛനല്ലേ അന്ന് നമ്മൾ ഇരിക്കുമ്പോൾ പറഞ്ഞേ അച്ഛന് ഇഷ്ടമായി കഴിച്ചിട്ടില്ല. എനിക്കെന്തൊരു ഓർമ്മ. വീട്ടിൽ പോകുമ്പോൾ എന്താ വാങ്ങിക്കുക എന്നുള്ളതിന്റെ ഡിസ്കഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് ടീ സ്നാക്സ് വല്ലതും വാങ്ങിച്ചു പോകാന്ന് അവൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ബേക്കറി ഐറ്റം ഫ്രൈഡ് ഐറ്റം ഒന്നും വാങ്ങണ്ട എന്നുള്ളൊരു സംഭവമാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടേക്ക് ഒരു പെറ്റ് ക്യാറ്റ് വരെ ഉണ്ടായി. മിഥുന് ക്യാറ്റിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സാധനം വാങ്ങിക്കുന്ന ഡിസ്കഷൻ അവസാനം ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതാകുമ്പോൾ കുറച്ച് ഹെൽത്തിയും കൂടെ ആണല്ലോ. കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്, സവർജല്, മാംഗോ, ആപ്പിള് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വില ഞാൻ മുമ്പ് വാങ്ങിച്ചതിനേക്കാളും കുറച്ചും കൂടി കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ ഒരു കൺസേൺ ആണ് അവിടെ അവനോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വട്ടം ഞാൻ 100 രൂപയ്ക്ക് 3 വാങ്ങിച്ചു. ഇപ്പൊ എനിക്ക് 100 രൂപയ്ക്ക് 2 കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോൾ വെയിറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ വീട് തമ്മിൽ ഒരു അരമണിക്കൂറിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ മാക്സിമം. ഇവന്റെ വീട് കുറച്ചും കൂടി ടൗൺ ഏരിയയിലാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രകൃതി രമണീയമായ ഈ പാടങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ കൃഷിയൊക്കെ കുറവാണ്. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പഴയ പോലെ ആരും അങ്ങനെ നെല്ലൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കള്ള് ഷോപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടില്ല. എനിക്കൊരു വട്ടെങ്കിലും കള്ള് ഷോപ്പിലെ ഫുഡൊക്കെ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളൊരു വട്ടം പോവാൻ പ്ലാൻ ഉണ്ട്. രാത്രി ബിരിയാണി, ചപ്പാത്തി
വീട്ടിലെത്തി അച്ഛനായിട്ട് കുറെ നേരം സംസാരിച്ചു, അമ്മയായിട്ട് കുറെ നേരം സംസാരിച്ചു, അനിയനായിട്ട് കുറെ നേരം ഒച്ചപ്പാടും ബഹളവും അടിയൊക്കെ ഉണ്ടാക്കി, കുറെ വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ ഫാമിലി ടൈം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര പ്രീഷ്യസ് മൊമെന്റ് ആണ്. നമുക്കത് എപ്പോഴും നമ്മളെ കൂടെ നമ്മളെ ഫാമിലി ഉള്ളപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ അത്ര മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇട്ടിപ്പോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യും. പിന്നെയും കുറച്ചു നേരം സംസാരിച്ചപ്പോഴത്തേക്ക് ചായ, ഹോർലിക്സ് വന്നു, പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. ഡിന്നർ രാത്രി വീട്ടിൽ പോയിട്ട് കഴിക്കാന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കുറെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ചു നേരം അവിടെ നിന്ന് എന്തൊക്കെയോ തള്ളി മറിച്ച്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ, അങ്ങനെ കണക്കും കാര്യങ്ങളൊന്നുമില്ല, എന്തൊക്കെയോ കയ്യിൽ കിട്ടിയ സാധനം മുഴുവൻ വാരി വലിച്ച് തിന്നുണ്ടായി. പക്ഷെ ഡിന്നർ ഞങ്ങൾ വീട്ടിൽ പോയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടില് അമ്മ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ചിക്കൻ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈയും ബിരിയാണിയുടെ റൈസും കൂടെ ചേർത്തിട്ട് കഴിച്ചു. പിന്നെ വീട്ടിലെ വിശേഷം, ഫ്യൂച്ചർ പ്ലാൻസ്, നാളത്തെ ഫുഡിന്റെ കഥ, നാളെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണം, നാളെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, നാളെ എന്തൊക്കെ ലഞ്ച് വേണം, നാളെ ഡിന്നറിനേക്ക് എന്താണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ, ടെമ്പിൾ വിസിറ്റ്സ്, ഏതൊക്കെ അമ്പലത്തിൽ പോകണം, എപ്പോഴൊക്കെ പോകണം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ജനറലായിട്ട് സംസാരിച്ചു. ഓരോ ദിവസവും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കുമ്പം ജൂലൈ മാസം കഴിയാറായി, ഓഗസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഓണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ക്രിസ്മസ് ആവും, നമ്മുടെ 2026 അങ്ങ് അവസാനിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയാ നിനക്ക് വേണ്ടേ, നീ കഴിക്കണ്ടെന്ന്. കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ടെങ്കിൽ ഫീൽ ആയി. കാരണം അവൻ ഉച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിനക്ക് വേണമെങ്കിൽ ഞാൻ വാരി തരാൻ ഫുഡ് കഴിക്കുന്നതായിരുന്നു. അപ്പൊ അവൻ ഒട്ടും സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വലിയ ഡയലോഗ് അടിക്കായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ പറ്റിയുള്ള കുറ്റം അവന്റെ പാരന്റ്സിനോട് പറഞ്ഞാലും എന്റെ പാരന്റ്സിനോട് പറഞ്ഞാലും രണ്ടുപേരും അവന്റെ സൈഡിലേ നിൽക്കുന്നുള്ളൂ. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി, റൂമൊക്കെ ക്ലീൻ ചെയ്ത്, കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത്, ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മള് ബൈ ബൈ പറയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.